നമുക്കിപ്പം പി ആർ സുനിൽ കൂടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. പി ആർ സുനിൽ, ഡൽഹിയിൽ എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഇന്നിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ശശി തരൂരിനെതിരെ രംഗത്ത് വന്നു. ഇതാദ്യമായിട്ടല്ല പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കുന്ന ലേഖനം എഴുതിയത്. ജൂലൈ മാസം 8-ാം തീയതി പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം വന്നിരുന്നു. ഇടയ്ക്ക് മോദിയെ പുകഴ്ത്തിയും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് അതിരുകളില്ലാതെ പുകഴ്ത്തിയും ഇന്ത്യക്കുള്ളിൽ വരുന്ന സമയത്ത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ അനുകൂലമായി സംസാരിച്ചും രാഹുൽ ഗാന്ധി പറയുന്ന വാചകങ്ങളെ ഒരിക്കൽ പോലും ഒരിടത്തും കോട്ട് ചെയ്യാതെയും ഒക്കെ ശശി തരൂർ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ലേഖനം എത്രമാത്രം ഡാമേജാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയിരിക്കുന്നത്? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ബീഹാറിൽ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ എന്താണോ നരേന്ദ്രമോദി പറയുന്നത്, ഇപ്പോൾ ഇതാ BJP നേതാക്കളെല്ലാം ശശി തരൂരിനെ കോട്ട് ചെയ്ത് അഭിനന്ദിച്ചു തുടങ്ങിയിരിക്കുന്നു. കുഴപ്പത്തിലാക്കിയോ കോൺഗ്രസിനെ? ഞാനങ്ങനെ കരുതുന്നില്ല. കാരണം ശശി തരൂരിന്റെ ഈ പ്രസ്താവന കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ശശി തരൂർ ആദ്യമായി പറയുന്നതല്ല, എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ശശി തരൂരിന് ഇപ്പോഴേ ഇത് അറിയുന്നുള്ളൂ എന്ന് സ്മൃതി ചോദിച്ചതുപോലെ എനിക്ക് അത്ഭുതമുണ്ട്. കാരണം 2009 ശശി തരൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് ശശി തരൂർ മത്സരിച്ചു, വിജയിച്ചു, അന്ന് മന്ത്രിയായി. 2014 വീണ്ടും മത്സരിച്ചു. അപ്പോഴും ശശി തരൂരിന് ഇത് അറിയില്ലായിരുന്നു, ഇതൊരു ഡൈനാസ്റ്റി പൊളിറ്റിക്സിന്റെ ഭാഗമാണ് കോൺഗ്രസ് എന്ന്. പിന്നീട് 2019 മുതലാണല്ലോ ശശി തരൂർ മാറുന്നത്. അന്ന് G23 ഗ്രൂപ്പിൻ്റെയൊക്കെ ഭാഗമായി മാറുന്നു. കോൺഗ്രസിൽ വലിയ വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നു. കോൺഗ്രസിൽ വലിയ പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടാകുന്നു. നെഹ്റു കുടുംബത്തിന്റെ നേതൃത്വത്തിനെതിരെ അങ്ങനെ കോൺഗ്രസിൽ ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നു. ഏതായാലും ശശി തരൂർ അതിലൊരു പക്ഷത്തൊക്കെയായി മാറുന്നു. ഏതായാലും ശശി തരൂർ ഇപ്പോൾ ഇങ്ങനെയൊരു വിവാദം ഉയർത്തിയത് കൊണ്ടോ ഒരു പരാമർശം ഉയർത്തിയത് കൊണ്ടോ കോൺഗ്രസിൽ എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാകും, കോൺഗ്രസിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകും, കോൺഗ്രസിന് എന്തെങ്കിലും ചീത്തപ്പേരുണ്ടാകും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം എത്രയോ കാലമായി BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് ആണ് ശശി തരൂർ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡാമേജ് ഓൾറെഡി കോൺഗ്രസിന് ഉണ്ടായി കഴിഞ്ഞു. ഏതായാലും കോൺഗ്രസിന് ശശി തരൂർ ഇനി ഉണ്ടാക്കിയിട്ടൊരു കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ കോൺഗ്രസിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. കോൺഗ്രസിന് ആ കുഴപ്പങ്ങൾ ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കുഴപ്പങ്ങൾ കൊണ്ടാണല്ലോ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് നേതാക്കൾ കോൺഗ്രസ് വിട്ടുപോയത്. കപിൽ സിബലിനെ പോലുള്ള നേതാക്കൾ, ഗുലാം നബി ആസാദിനെ പോലുള്ള നേതാക്കൾ, അമരീന്ദർ സിംഗിനെ പോലുള്ള പഞ്ചാബിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പോയി BJP ചേർന്നു. ഇതൊക്കെ കോൺഗ്രസിന് കുഴപ്പങ്ങളായിരുന്നു. മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ. അപ്പോൾ ഇങ്ങനെ പരിഹരിക്കപ്പെടാത്ത ഒരുപാട് കുഴപ്പങ്ങൾ കോൺഗ്രസിനകത്തുണ്ട്. ആ പ്രശ്നങ്ങൾ ഇതുവരെ കോൺഗ്രസിന് പരിഹരിക്കാനേ സാധിച്ചിട്ടില്ല. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് നോക്കിയാൽ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് എത്രത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ബീഹാറിൽ ഇത്തവണ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ മഹാസഖ്യം അധികാരം പിടിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ഒരുപക്ഷെ മാറും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. നിതീഷ് കുമാർ കാലുമാറും. BJP സർക്കാരിന്റെ, NDA സർക്കാരിന്റെ, നരേന്ദ്രമോദി സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകും. നിതീഷ് കുമാർ കാലുമാറിയാൽ അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത് ചന്ദ്രബാബു നായിഡുവിന്റെ പുതിയ നിലപാടായിരിക്കും, പുതിയ രാഷ്ട്രീയ നിലപാടായിരിക്കും. ആ രാഷ്ട്രീയ പ്രാധാന്യം പോലും അറിയാതെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾ ഉണ്ടായത്. 2-3 ദിവസം രാഹുൽ ഗാന്ധി ബീഹാറിൽ പോയതല്ലാതെ ബീഹാറിൽ രാഹുൽ ഗാന്ധി അവിടെ പിടിച്ചു വാങ്ങിയ 60 സീറ്റിൽ വിജയിക്കാനായി കാര്യമായി എന്തെങ്കിലും ഒരു പ്രചരണം നടത്തിയിട്ടില്ല എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ സീറ്റ് ചർച്ചകൾ നടക്കുമ്പോൾ ആനയെ പോലെ കോൺഗ്രസ് പെരുമാറും. പക്ഷേ അതെ, കുളത്തിലൊക്കെ ചാടും. രാഹുൽ ഗാന്ധി കുളത്തിൽ ചാടും, അതുപോലെ പല സ്ഥലത്തും ഇതുപോലെ ചാടും. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേപോലെയായിരുന്നു. പ്രചരണത്തിന് രാഹുൽ ഗാന്ധിയെ കിട്ടുന്നില്ല എന്നാണ് അവിടുത്തെ നേതാക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പറഞ്ഞത്. സമാനമായ സാഹചര്യമായിരുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പത്രിക നൽകുന്നതിന്റെ തൊട്ട് മുൻപ് വരെ കോൺഗ്രസിന് അടിയായിരുന്നു. കോൺഗ്രസിനുള്ളിലും മഹാസഖ്യത്തിലും അടിയായിരുന്നു. സീറ്റിന് ചൊല്ലി തർക്കമായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ പല മണ്ഡലങ്ങളിലും RJD എതിർത്തുകൊണ്ട് പത്രിക നൽകുന്ന സ്ഥിതിയായിരുന്നു കോൺഗ്രസ്. ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം രൂപീകരിക്കാൻ പോലും കോൺഗ്രസിന് കഴിയാത്ത സാഹചര്യമാണെന്ന് ബീഹാറിൽ. അതീവ ഗൗരവമായ സാഹചര്യമാണ്. നോക്കൂ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല, അതിൻ്റെ നേതാക്കൾ തിരിച്ചറിയുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. അസാമിൽ ഒരു പാട്ടുകാരൻ ഒരു മരിച്ചു സമീപകാലത്ത്, സുദീപ് ഗാർഗ്. അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ 10 ലക്ഷം പേരാണ് പങ്കെടുത്തത്. അറിയോ? ആ 10 ലക്ഷം പേര് പങ്കെടുത്ത ആ ശവസംസ്കാര ചടങ്ങിലേക്ക് രാഹുൽ ഗാന്ധി അവിടുത്തെ PCC കാല് പിടിച്ചു വിളിച്ചു. രാഹുൽ ഗാന്ധി വരണം, കാരണം അടുത്ത വർഷം അസം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. രാഹുൽ ഗാന്ധി അപ്പോൾ എവിടെയെന്നറിയാമോ? വയനാട്ടിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ 3 ദിവസത്തെ ഒരു പര്യടനമായിരുന്നു, ഒരു ടൂറായിരുന്നു.
അസമിൽ അധികാരം ഇനി പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന് കോൺഗ്രസിന് ഉറപ്പില്ല. അവിടെ ജീവൻ മരണ പോരാട്ടം നടത്തിയാലേ അസം പിടിച്ചെടുക്കാൻ കഴിയൂ. അങ്ങനെയുള്ള പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു 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 സാഹചര്യം അസമിൽ നിലനിൽക്കുമ്പോൾ അവിടേക്ക് പോകാതെ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പോകുന്നത്. മൂന്നാമതൊരു സംഭവം കൂടി ഞാൻ പറയാം. അമേഠിയിൽ 3 ദിവസം മുൻപ് ഒരു ദളിത് കർഷകനെ അവിടുത്തെ ഭൂപ്രഭുക്കൾ തല്ലിക്കൊന്നു. എന്തിനാണെന്നറിയോ തല്ലിക്കൊന്നത്? അവിടെ കൂലി ചോദിച്ചതിന്, ഒരാഴ്ച പണിയെടുത്തതിൻ്റെ കൂലി ചോദിച്ചതിന് ആ ഒരു കർഷക തൊഴിലാളിയെ, ഒരു ദളിത് കർഷക തൊഴിലാളിയെ തല്ലിക്കൊന്നു. അമേഠി സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി, പിന്നെ രാഹുൽ ഗാന്ധി ഇവരൊക്കെ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് അമേഠി. പിന്നീട് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചതുകൊണ്ട് ആ മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടി വയനാട്ടിലേക്ക്, കേരളത്തിലേക്ക് രാഷ്ട്രീയ അഭയാർത്ഥിയായി വന്നു രാഹുൽ ഗാന്ധി. പുറകെ പ്രിയങ്ക ഗാന്ധിയും വന്നു രാഷ്ട്രീയ അഭയാർത്ഥിയായി. ഇതാണ് കോൺഗ്രസിലെ പ്രശ്നം. ഈ പ്രശ്നം ഇനി ശശി തരൂരായിട്ട് സൃഷ്ടിക്കേണ്ട കാര്യമേ ഇല്ല. കോൺഗ്രസിലല്ലാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് കോൺഗ്രസ് അടിയന്തരമായി പരിഹരിക്കേണ്ടത്. അത് പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നത്. അതുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ഉണ്ടായി. കോൺഗ്രസിന്റെ നെഹ്റു കുടുംബവും ഗാന്ധി നെഹ്റു കുടുംബം ഉണ്ടാക്കിയ ഒരു മെസ്സേജ് കൊണ്ടാണ് ഇന്ത്യയിൽ ആകെ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ഉണ്ടായത്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തത്, തമിഴ്നാട്ടിൽ കരുണാനിധിയിൽ നിന്ന് MK സ്റ്റാലിനിലേക്കും അതിനുശേഷം ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനിലേക്കും രാഷ്ട്രീയം മാറുന്നത്, ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവിൽ നിന്നാണ് അഖിലേഷ് യാദവിലേക്ക് രാഷ്ട്രീയ നേതൃത്വം വരുന്നത്, ബീഹാറിലേക്ക് പോയാൽ അവിടെ ലാലു പ്രസാദ് യാദവിൽ നിന്ന് തേജസ്വി യാദവിലേക്ക് രാഷ്ട്രീയം മാറുന്നത്, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയിൽ നിന്ന് അഭിഷേക് ബാനർജിയിലേക്ക് രാഷ്ട്രീയം മാറുന്നത്. ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ഒന്നും ശശി തരൂർ പറയണ്ട, ഇവിടെ എല്ലാവർക്കും അറിയാം. ഇതന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയമെന്നും ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യമെന്നും ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ ഒരു യാഥാർത്ഥ്യം മാറാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സ്വാതന്ത്ര്യത്തിന്റെ ഇത്രയും വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും നെഹ്റു കുടുംബം തന്നെയാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. ഇനി സമീപകാലത്തൊന്നും അതിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ശശി തരൂർ 2009 വന്നപ്പോഴും 2014 വന്നപ്പോഴും അത് ശശി തരൂർ തിരിച്ചറിഞ്ഞില്ലേ? അപ്പോൾ ശശി തരൂർ അത് തിരിച്ചറിഞ്ഞില്ല. ശശി തരൂരിന് എന്തെങ്കിലും ഇപ്പോൾ കിട്ടണം. അതിനുവേണ്ടി ശശി തരൂർ പുതിയ അടവുകൾ നടത്തുന്നു, പുതിയ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തായാലും കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിന് ഇനി ഒന്നും കിട്ടാൻ പോകുന്നില്ല. മറിച്ച് അപ്പുറത്തൊക്കെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ ആ സാധ്യതകൾക്ക് വേണ്ടിയുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, ചില വിമർശനങ്ങൾ നടത്തുന്നു, ചില അദ്ദേഹത്തിൻ്റെ അക്കാഡമിക്കായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നു. ഏതായാലും ആ പരാമർശങ്ങളൊക്കെ നടത്തി ശശി തരൂർ ഒരു വഴിക്ക് പോകും. കോൺഗ്രസ് ശശി തരൂരിനെ മൈൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു, കലാപം ഉണ്ടാകാൻ പോകുന്നു, കുഴപ്പത്തിലാകാൻ പോകുന്നു എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല. കാരണം കേരളത്തിൽ ശശി തരൂരിനൊപ്പം നിൽക്കുന്ന ഒരു നേതാവ് പോലും ഇല്ല. ഇനി പ്രവർത്തക സമിതിയിലേക്ക് വന്നാൽ ഒരു നേതാവ് പോലും ശശി തരൂരിനൊപ്പം ഇല്ല. എവിടെ നിന്ന് കലാപം ഉണ്ടാക്കാനാണ് ശശി തരൂർ? BJP വേണമെങ്കിൽ ശശി തരൂരിനെയൊക്കെ ആഘോഷമായിരിക്കും. പക്ഷേ അതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പോറലുണ്ടാകുന്നില്ല. ഓൾറെഡി ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇതൊരു വലിയ കുഴപ്പം കോൺഗ്രസിന് ഉണ്ടാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശശി തരൂർ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കോൺഗ്രസ് ഒരിക്കലും ശശി തരൂരിനെ പുറത്താക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ ശശി തരൂരിന് പുറത്തു പോകാം. Meet the editors.